ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു പെൻഗ്വിൻ്റെ മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാവലോണിൻ്റെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ബോട്ടിൽ വെച്ചിട്ടും ചെയ്യാം. കൊക്കോകോള, പെപ്സിയുടെയൊക്കെ ചെറിയ ബോട്ടിലൊക്കെ വെച്ചിട്ടും ഈ മോഡൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് സിമെൻറ്റിന് നമ്മൾ പെയിൻറ്റ് കടയിലും അതുപോലെ സിമെൻറ്റ് കടയിലൊക്കെ കിട്ടുന്നതാണ് വൈറ്റ് സിമെൻറ്റ്. ഒരു 1 kgക്ക് 35 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കാനുള്ളതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് കവർ ചെയ്തെടുക്കാം. ആ സിമെൻറ്റ് പെട്ടെന്ന് അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് സിമെൻറ്റ് വാട്ടർ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തിക്കായിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒരു ആഫ്റ്റർ 6 hours അപ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്നും കൂടെ സിമെൻറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ വീണ്ടും സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ബീക്ക്, നമ്മുടെ അതിൻ്റെ കൊക്കിൻ്റെ ഭാഗവും അതുപോലെ അതിൻ്റെ വിങ്സൊക്കെ ചെയ്യേണ്ടത്. ഈ ചിറകുകളൊക്കെ നമ്മൾ വേണമെങ്കിൽ MCയിൽ വെച്ചിട്ട് വേറെ ചിറകിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഈ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് തന്നെ അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അത് നന്നായിട്ട് രണ്ട് സൈഡിലും കുറച്ചും കൂടെ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ആഫ്റ്റർ 3 hours ഒക്കെ മതി. അതിന് ശേഷം നമ്മൾ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ വരച്ച് കൊടുക്കുമ്പോൾ അത് ഒരു വിങ്സ് ആയിട്ട് തന്നെ അവിടെ ഒന്ന് കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം രണ്ട് സൈഡിൽ നമ്മൾ കണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ 2 ഹോൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കാലുകൾ ഉണ്ടാക്കുന്നത് MCയിൽ വെച്ചിട്ടാണ്. അപ്പോൾ MCയിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് 2 കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ പെൻഗ്വിൻ്റെ മോഡലിൽ നിന്ന് നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരസിയെടുക്കാം. ഉരസിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് നല്ല മിനുസായിട്ട് നല്ലൊരു വൃത്തിയായി കിട്ടും. പിന്നെ ഒരു 6 hours ഒക്കെ കഴിയുമ്പോഴേക്കും ഈ നമ്മൾ MCയിൽ വെച്ച് ചെയ്ത കാലിൻ്റെ ഭാഗം ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി അത് നമുക്കിതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വൈറ്റ് സിമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് ഈ താഴ്ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം ആ വൈറ്റ് സിമെൻറ്റിൽ ഈ കാലിൻ്റെ പോർഷൻ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് കാലിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കാലിൻ്റെ പോർഷന് മുകളിലും നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല ലെവലായിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവലാക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിലും ഒരേ ലെവലിൽ നല്ല രീതിയിൽ തന്നെ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മളതിൻ്റെ കണ്ണ് ഫിക്സ് ചെയ്യാണ്. കണ്ണ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടുകാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു വലുപ്പത്തിലുള്ള 2 കടുക് എടുത്തിട്ട് അതാണ് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ പെൻഗ്വിൻ്റെ മോഡൽ ആയി കഴിഞ്ഞു. ഇനി അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്രിലിക് കളർ വെച്ചിട്ട് ഫുൾ ആയിട്ട്, അതായത് ഫ്രണ്ട് സൈഡിൽ മാത്രമേ വൈറ്റ് വരുന്നുള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും ബ്ലാക്ക് കൊടുക്കാം. ഇനി അത് ഡ്രൈ ആയതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് വൈറ്റ് അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ വൈറ്റ് അപ്ലൈ ചെയ്യാം. വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ണിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അതായത് വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കൊക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു യെല്ലോ കളർ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ചെയ്യാം. ഈ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെയൊക്കെയുള്ള ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ആയതുകൊണ്ട് കയ്യിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാധാ സിമെൻറ്റ് യൂസ് ചെയ്യുന്ന പോലെയല്ല, വൈറ്റ് സിമെൻറ്റിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് പേപ്പർ വെയിറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഷോക്കേസിൽ വെക്കാനും ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ ചെയ്യാൻ പറ്റും. വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ക്രാഫ്റ്റായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വൈറ്റ് സിമെൻറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. സ്വാൻ ഷേപ്ഡ് പെൻ ഹോൾഡർ, അതുപോലെ ടെഡി ബിയറിൻ്റെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടെഡി ബിയറിൻ്റെ മോഡൽ, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.